അപ്പോൾ നമ്മുടെ ഡ്രീംസ് അല്ലെങ്കിൽ ഗോൾസ് അത് ലിസ്റ്റ് ചെയ്തത് അത് നമ്മുടെ കയ്യിലുണ്ട്. ഇനി അതിൽ നമുക്ക് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു 5 അല്ലെങ്കിൽ ഒരു 3 എടുത്തിട്ട് മാറ്റി വെക്കാം. അതിൽ നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത്, അതായത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്നുള്ളതല്ല, നമുക്ക് ചെയ്താൽ സന്തോഷം തോന്നുന്ന, നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കാര്യം ഏറ്റവും ആദ്യം എടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. എന്താ നമ്മൾ ഇപ്പോൾ എത്ര നാൾ കൊണ്ട് അച്ചീവ് ചെയ്യുന്നു എന്നുള്ള വലിയ രീതിയിൽ നമ്മൾ പോകണ്ട. ഈ അടുത്ത ആഴ്ചകളിൽ നമ്മൾ എന്താണ് അതിന് വേണ്ടി ചെയ്യാൻ പോകുന്നത്, അതിനകത്ത് ഒരു റിസൾട്ട് കാണുക എന്നുള്ളതിനെക്കാളും ആ ഒരു പ്രോസസ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ടാസ്ക്കാണ് എടുക്കേണ്ടത്. ഇപ്പം എൻ്റെ കേസിൽ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഞാൻ ജോലി രാജിവെച്ചത്. അതിനുശേഷം ഇനി എങ്ങോട്ട് തിരിയണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ കുറേ നാളിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ഏറ്റവും വലിയൊരു ഒരു ഫംഗ്ഷൻ വരുന്നുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് തീരുമാനിക്കാം എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ തിരക്ക് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തിരക്കിൻ്റെ ഹാങ് ഓവർ തലയിലിരിക്കുന്നുണ്ട്. അടുത്ത ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം കംപ്ലീറ്റ്ലി ഒരു മെന്റലി നമ്മൾ അപ്പ് ആൻഡ് ഡൗണിൽ കൂടെ ഒക്കെ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഈ ലിസ്റ്റ് എഴുതിയിട്ട് ഞാൻ ചെയ്തത്, അതിൽ എനിക്ക് ഏറ്റവും ഭയങ്കരമായ കുറേ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ നമുക്ക് സന്തോഷം കിട്ടുന്ന, നമ്മുടെ മൈൻഡ് ഒന്ന് കാമാക്കാൻ പറ്റുന്ന ഗാർഡനിങ് ആണ് ഞാൻ ആദ്യം എടുത്തത്. ഈ ഗാർഡനിങ് എന്ന് പറയുമ്പോൾ ചുമ്മാ ചെടി നടുക എന്ന് പറയുന്നില്ല, അതിനകത്ത് ഒരു ക്ലീനിങ് പ്രോസസ് ഉണ്ട്. നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പുറത്ത് നമ്മുടെ മുറ്റമൊക്കെ വൃത്തിയായിട്ട് കിടക്കണം, അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കണം, എന്നിട്ട് ശരിയാക്കണം, എന്നിട്ട് വിത്തെടുക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിങ്ങനെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നമ്മൾ ഓരോ ദിവസം നമ്മൾ ഫിക്സ് ടൈം വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഞാനാണ് ഒരു ഫിക്സ് ടൈം വെച്ചിരിക്കുന്നത്. പിള്ളേർ പോയതിനു ശേഷം ഒരു 9 to 10 ആണ് ഞാൻ ക്ലീനിങ്ങിനും ഗാർഡനിങ്ങിനും എല്ലാത്തിനും കൂടെ വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിനകത്ത് നമുക്ക് എന്ത് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നുള്ളൂ. അല്ലാതെ ഇന്നിപ്പോൾ നട്ട് നാളെ എനിക്ക് വിളവെടുക്കണം അങ്ങനെയൊന്നുമില്ല. ആ പ്രോസസ്സാണ് എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ക്ലീനിങ് ഉണ്ടാവും, അതിനകത്ത് മണ്ണൊരുക്കുന്നുണ്ടാവും. ഇനി ഇതിനെപ്പറ്റി നമ്മൾ എന്താണ് ഇത് നടുന്നെങ്കിൽ അത് എന്തൊക്കെ ചെയ്യണം, ഇത് മണ്ണൊരുക്കുന്നതിന് എന്തൊക്കെയാണ് അതിന്റെ ബാക്കിൽ വേണ്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. മണ്ണിൽ ഇറങ്ങിയിട്ട് നമ്മൾ കുഞ്ഞും നിവർന്നൊക്കെ നമ്മുടെ ബോഡിക്കും ഒരു മാറ്റമൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു പ്രോസസ് എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്തത്. അല്ലാതെ അതിനകത്ത് റിസൾട്ട് എനിക്ക് വേണമെന്നില്ല. ഇപ്പോൾ ഞാനൊരു മാസം കഴിഞ്ഞത് നിർത്തിപ്പോയാലും ഐ ഡോണ്ട് റിഗ്രറ്റ്. കാരണം എനിക്ക് ആ ഒരു പ്രോസസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ തന്നെ പോകണം എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം എടുത്ത് ഗാർഡനിങ്. അപ്പോൾ അത് ഭയങ്കര എൻജോയ് ചെയ്ത് ആദ്യത്തെ ഒരു 2 ആഴ്ച ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഗോൾ എടുക്കാം. ഓക്കെ, ഇപ്പോൾ എന്നിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു എൻജോയ്മെന്റ് സംഭവമാണ്. നെക്സ്റ്റ് നമ്മൾ അപ്പോൾ എന്താ നമുക്ക് കോൺഫിഡൻസ് ആവും. ഓക്കെ, നമ്മൾ ഒന്നും ചെയ്യാത്തതിൽ നിന്ന് നമ്മൾ എഴുതി വെച്ചേക്കുന്ന ഒരു സംഭവത്തിൽ ഒരു സാധനം ഞാൻ ചെയ്ത് തുടങ്ങാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ആയിരിക്കും നമ്മൾ കംപ്ലീറ്റ്ലി ചിന്തിക്കുന്നത്. നമ്മുടെ ഡെയിലി റൂട്ടീനിൽ ഈ ഒരു സംഭവം കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ഒരു 9 to 10 നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ കുറച്ച് നേരം പോയിട്ട് നിന്നാലും മതി. ഇപ്പം പറയത്തില്ല, എക്സസൈസിന് ജസ്റ്റ് ഷോയിങ് അപ്പ് ഇസ് ഇനഫ്. അതുപോലെ ജസ്റ്റ് നമ്മൾ പോയി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വന്നാലും അതൊരു അന്നത്തെ ടാസ്ക് ആയി എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. കോൺഫിഡൻസ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് പയ്യെ കൺസിസ്റ്റൻസി ഉണ്ടായിക്കോളും. അപ്പോൾ ഇതൊരു സാധനം സെറ്റായി. ഇനി നെക്സ്റ്റ് അടുത്തത് നമുക്ക് ഇനി കുറച്ചും കൂടി ടഫ് ആണ്, പക്ഷേ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എടുക്കാം. ഇപ്പോൾ നമുക്ക് ഹെൽത്ത് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണെങ്കിൽ നമ്മൾ നോർമലി എന്തൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ രീതി പോലെ കേട്ടോ. ഹെൽത്ത് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താ ഫുഡ് കൺട്രോൾ വരുന്നുണ്ട്, സ്ട്രെച്ചിങ് വരുന്നുണ്ട്, എക്സസൈസ് വരുന്നുണ്ട്, ഡെയിലി റെഗുലർ ആയിട്ട് ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. അതിനൊരു ഇന്ന സമയം അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ട് നമ്മൾ അതിന് പുറകെ വർക്ക് ചെയ്യാം. പയ്യെ അത് നമ്മുടെ ഡെയിലി റൂട്ടീന്റെ ഭാഗമാക്കുക. ഇതെല്ലാം എന്ന് വെച്ചാൽ ഓരോന്നും നമ്മുടെ ഡെയിലി റൂട്ടീന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിട്ട് ഇരുന്നിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി പയ്യെ അതിൽ ഇംപ്ലിമെന്റ് ചെയ്ത് അതൊന്ന് സെറ്റ് ആയി കഴിയുമ്പോൾ അടുത്തതിനും കൂടെ കൊണ്ടുവന്ന്, ഇതിന്റെ അർത്ഥം നമ്മൾ പ്രഷറൈസ് ചെയ്യാന്നുള്ളതല്ല, നമ്മൾ അത് എൻജോയ് ചെയ്ത് തന്നെ ചെയ്യുക. പിന്നെ ഇതിന്റെ പ്രോസസ്സാണ് എൻജോയ് ചെയ്തതിന്റെ, ഇതിന്റെ റിസൾട്ട് അല്ല.